CPIM നേതാവായിരുന്ന എ അബ്ദുൽ ഖാദർ അനുസ്മരണം കായംകുളത്ത് നടത്തി. CPIM കായംകുളം ഏരിയ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPIM-ന്റെയും CITU-വിന്റെയും നേതാവായിരുന്ന എ അബ്ദുൽ ഖാദറിന്റെ അനുസ്മരണമാണ് CPIM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. എരുവ ക്ഷേത്ര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ഇപ്പോ കൂടുതൽ വളർന്നു പന്തലിച്ച് വിപുലമായി വരുമ്പോഴും റെയിൽവേയിലെ ജീവനക്കാരുടെ എണ്ണം ഏകദേശം 15 ലക്ഷത്തിൽ താഴെയായിട്ട് കുറഞ്ഞു. എല്ലായിടത്തും പിൻവാതിൽ നിയമനങ്ങളാണ്, കരാർ ജോലി മാത്രമാണുള്ളത്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഒരു ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, വിദ്യാഭ്യാസ ലോൺ എടുത്ത് സ്വന്തം വീട് വരെ പണയം വെച്ച് തനിക്ക് ജോലി കിട്ടുമെന്നും അപ്പോൾ ശമ്പളം കിട്ടുമെന്നും അങ്ങനെ വരുമ്പോ ആ ലോൺ അടച്ചു തീർക്കാമെന്നും തന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാമെന്നും വിചാരിച്ച് കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ നേരെ നോക്കിയിട്ടാണ് അവിടെ വിദ്യാഭ്യാസ തൊഴിൽ സ്വപ്നങ്ങളെ തകർക്കുന്ന ഗവൺമെന്റ് അട്ടഹസിച്ച് ചിരിക്കുന്ന കാഴ്ച നാം കാണുന്നത്. പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് സ്വകാര്യ മേഖലയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വകാര്യ മേഖലയിലാണ് ഇപ്പൊ 29 ട്രേഡ് യൂണിയൻ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റി. ഇനി സ്ഥിരം തൊഴിലില്ല. അതോടൊപ്പം തന്നെ 15 ദിവസം നോട്ടീസ് കൊടുത്താൽ ഏത് സ്ഥിരം തൊഴിലാളിയെയും പിരിച്ചുവിടാം. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണല്ലോ. ഒരാഴ്ച മുമ്പ് അവിടെ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ രാവിലെ കുളിച്ച് റെഡിയായി 7 മണിക്ക് ജോലിക്ക് കയറാൻ ധൃതി പിടിച്ചു വരുന്ന ജീവനക്കാരോട് ആ സെക്യൂരിറ്റി പറയുകയാണ്, ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവർ നോട്ടീസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഷെയ്പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു. PS ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. P ഗാനകുമാർ, U പ്രതിഭ, B അബിൻഷാ, P അരവിന്ദാക്ഷൻ, S നസീം, V പ്രഭാകരൻ, G ശ്രീനിവാസൻ, KP മോഹൻദാസ്, P സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.